റെഡിയാണല്ലോ. അവിടെ ഒരു മല കാണുന്നില്ലേ? നിങ്ങൾ ചെന്നത് തൊട്ടിട്ട് ആരാണോ തിരിച്ച് ആദ്യം ഗാർഡനിലേക്ക് വരുന്നത് അവരായിരിക്കും വിന്നർ. ഓക്കേ? On your march. Get set. And go. രുദ്ര നമ്മളെക്കാളും വളരെ മുമ്പോട്ട് പോയല്ലോ. വരുൺ, നമ്മളിപ്പോ സ്പീഡ് കൂട്ടാൻ എന്തെങ്കിലും മാജിക് ചെയ്തേ പറ്റൂ. അപ്പോഴേ അവന്റെ ഒപ്പം നമ്മൾ എത്തൂ. വേണ്ട മൈറ, നീ ഒരു മാജിക്കും ചെയ്യണ്ട. നീ മാജിക് എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് പേടിയാവുന്നു. രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ, ഒന്ന് വേഗം എന്നെ രക്ഷിക്കണേ. എന്റെ ദൈവമേ, ഞാൻ ശരിക്കും കുടുങ്ങി പോയല്ലോ. ഈ പൂവ് പെട്ടെന്ന് എവിടെ വന്നത്? ഓ, ഇത് കല്ലുകൊണ്ട് ചെയ്ത പൂവാണെന്ന് തോന്നുന്നല്ലോ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? Ibaiska, openito! Ibaiska, openito! ഇത് മാജിക് ഫ്ലവർ ആണ്. നമ്മൾ ഇത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു. ആരും നമ്മൾ ഈ പൂവിന്റെ അകത്ത് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ജയ്സിംഗ് ചൗഹാൻ, ആദ്യം കണ്ണു തുറന്നു നോക്ക്. ഷാക്കാൽ അയച്ചു തന്ന ഗിഫ്റ്റ് ഏറ്റു വാങ്ങിച്ചോളൂ. നീയോ? നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഷാക്കാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്. ഈ പെൻ ഡ്രൈവ് വാങ്ങിച്ചോളൂ, നോക്കൂ. നിനക്ക് സുഖമാണോ ജയ്സിംഗ്? ഞാൻ നിനക്ക് വേണ്ടി വളരെ പുത്തൻ പുതിയ പിക്ചർ അയച്ചു തന്നിട്ടുണ്ട്. നീ അതൊന്ന് വേഗം ചെന്ന് നോക്ക്. അത് കണ്ട് നിനക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട് ജയ്സിംഗ്. രുദ്ര, ഷാക്കാൽ, എന്റെ കുട്ടികളുടെ കാര്യത്തിൽ നീ എന്താണ് ചെയ്തത്? ഞാൻ അവരെ എല്ലാവരെയും കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു പൂവിനകത്ത് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവരെ നിനക്ക് രക്ഷിക്കണമെങ്കിൽ ആകെ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ ജയ്സിംഗ്. അവർക്ക് പകരമായി നീ ആ പൂവിനകത്ത് കീഴടങ്ങണം. അപ്പോൾ ഞാൻ രുദ്രയെയും അവന്റെ കൂട്ടുകാരെയും റിലീസ് ചെയ്യും. ജയ്സിംഗ് ചൗഹാൻ, ഇതെന്റെ ഒരു ഇമേജ് മാത്രമാണ്. 3 സെക്കൻഡ് ഞാൻ നിനക്ക് സമയം തരും. അതിനുള്ളിൽ ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ പിന്നെ രുദ്രയെ നീ അങ്ങ് മറന്നേക്ക്. അല്ലെങ്കിൽ രുദ്രയെ രക്ഷിക്കാൻ നീ ആ പൂവിനകത്ത് കയറിയിരിക്കണം. 1, 2, ജയ്സിംഗ് 3. ഞാൻ വാക്ക് തരുന്നു, നീ എന്റെ കുട്ടികളെ റിലീസ് ചെയ്യുകയാണെങ്കിൽ നീ പറഞ്ഞ ആ പൂവിനുള്ളിൽ ഞാൻ തടവുകാരനായിരിക്കാം. സബാഷ് ജയ്സിംഗ് ചൗഹാൻ, നീ ഇത് സമ്മതിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. എങ്കിൽ എന്റെ കൂടെ വരൂ. നീ എത്തിക്കഴിഞ്ഞോ ജയ്സിംഗ് ചൗഹാൻ? നീ എനിക്ക് തന്ന വാക്കോർത്തിരിക്കണം. രുദ്ര പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നീ ഇതിനകത്തേക്ക് കയറണം. ഷാക്കാൽ, ജയ്സിംഗ് ചൗഹാൻ കൊടുത്ത വാക്കൊരിക്കലും മാറ്റി പറയില്ല. ആദ്യം നീ എനിക്ക് തന്ന വാക്ക് പാലിക്കേ.
ഞങ്ങൾക്കറിയാമായിരുന്നു മുത്തശ്ശ, ഞങ്ങളെ രക്ഷിക്കാൻ മുത്തശ്ശൻ വരുമെന്ന്. ഞാൻ വന്നല്ലേ പറ്റൂ കുട്ടികളെ. എനിക്കൊരു ചെറിയ ജോലിയുണ്ട്. നിങ്ങൾ 3 പേരും കൊട്ടാരത്തിലേക്ക് ചെല്ല്. സൂക്ഷിച്ചിരുന്നോണം. മുത്തശ്ശൻ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം. മുത്തശ്ശൻ എന്തിനാ പൂവിന്റെ അകത്തേക്ക് പോകുന്നത്? രുദ്ര, ഇത് ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയമല്ല. ആദ്യം നിങ്ങൾ 3 പേരും വീട്ടിലേക്ക് പോയിക്കോ. മുത്തശ്ശ, ഞങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലേക്ക് പോവാം. പക്ഷെ മുത്തശ്ശൻ എന്തിനാ പൂവിന്റെ അകത്തേക്ക് പോകുന്നത്? ഞാൻ മാജിക്, മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്കോ? ഞാനാണ് ഷക്കാൽ. രുദ്ര, നീ എന്താണ് കരുതിയത്? നിങ്ങൾ ചുമ്മാ അങ്ങ് പുറത്തേക്ക് വന്നതാണെന്നോ? നിങ്ങൾക്ക് പകരം ഞാൻ നിങ്ങളുടെ അപ്പൂപ്പനെ ആ പൂവിനകത്തേക്ക് അയക്കുകയാണ്. നിങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അതിനകത്തേക്ക് കയറാമെന്ന് എനിക്ക് വാക്ക് തന്നതാണ്. പിന്നെ ജയ്സിംഗ് ചൗഹാൻ, അദ്ദേഹം കൊടുത്ത വാക്ക് ഒരിക്കലും മാറ്റി പറയുകയില്ല. നീ നുണ പറയാണ് മുത്തശ്ശ. ഞങ്ങളെ വിട്ടിട്ട് നിങ്ങൾക്ക് അകത്തേക്ക് പോകാൻ കഴിയില്ലല്ലോ. ഷാക്കാൽ പറഞ്ഞതെല്ലാം സത്യമാണ് രുദ്ര. ഞാൻ അവന് വാക്ക് കൊടുത്തിരുന്നു. ഷാക്കാൽ നിങ്ങൾ 3 പേരെയും റിലീസ് ചെയ്യുകയാണെങ്കിൽ അതിന് പകരമായി ഞാൻ ഈ പൂവിനകത്ത് ചെല്ലാമെന്ന്. മനുഷ്യൻ ഒരിക്കലും കൊടുത്ത വാക്ക് മാറ്റി പറയരുത്. ഞാൻ കൊടുത്ത വാക്ക് നിറവേറ്റണം. ജന്തർ മന്തർ ജാദു കലന്തർ പേറ്റൽ ബ്രേക്കോ. എന്റെ മാജിക് വർക്കൗട്ട് ആവുന്നുണ്ട്. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ കൈയായിട്ട് മാറിയത്? ഇനി നീ തന്നെ നോക്കിക്കോ. മൈര, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മാജിക് യൂസ് ചെയ്യരുതെന്ന്? ഞാനതിനെ പറ്റിച്ചു. തിരിച്ചു പോ. ബൈ ബൈ രുദ്ര. മുത്തശ്ശ, നമ്മൾ എങ്ങനെയാ മുത്തശ്ശനെ രക്ഷിക്കാൻ പോകുന്നത്? നമ്മളിപ്പോ യൂസ് ചെയ്യേണ്ടത് മാജിക്കൽ പവേഴ്സ് അല്ല, നമ്മുടെ ബ്രെയിൻ ആണ്. അടുത്ത് വരൂ, എന്റെ അടുത്ത് ഒരു പ്ലാൻ ഉണ്ട്. ജയ്സിംഗ് ചൗഹാൻ, ഈ നിമിഷം മുതൽ സൺ സിറ്റിയെ ഭരിക്കാൻ പോകുന്നത് ഞാനാണ്. ഷാക്കാൽ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് വന്ന് എന്നോട് യുദ്ധം ചെയ്യേ. തന്ത്രമായിട്ട് നീ എന്നെ അറസ്റ്റ് ചെയ്ത് നീ അത് ആലോചിച്ച് സന്തോഷിക്കുകയാണോ? സൺ സിറ്റി ഒരിക്കലും നിനക്ക് സ്വന്തമാവില്ല. ജയ്സിംഗ്, ഷാക്കാലിന്റെ ധൈര്യത്തെ ആർക്കും ഒരിക്കലും വെല്ലാൻ പറ്റുകയില്ല. പക്ഷെ ഒരു കാര്യം, ഞാൻ ആഗ്രഹിച്ച കാര്യം അത് നടക്കുക തന്നെ ചെയ്യും. പിന്നെ എന്തിനാണ് ഞാൻ നിന്നോട് വെറുതെ വഴക്കടിക്കാൻ വരുന്നത്? സുഖമായിട്ട് കുറച്ചു കാലം നീ അതിനകത്ത് തന്നെ ഇരിക്കുക. ബാലക് മജീഷ്യൻ, ഞങ്ങളെ ഒന്ന് സഹായിക്കൂ പ്ലീസ്. അതെ ബാലക് മജീഷ്യൻ, ഇപ്പൊ നിങ്ങൾക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ. ആദ്യം ഒന്ന് സമാധാനിക്കൂ. എന്താ സംഭവിച്ചെന്ന് എന്നോട് പറയൂ. എന്താ പറ്റിയത്? നിങ്ങൾ രണ്ടുപേരും എന്തിനെങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ബാലക് മജീഷ്യൻ, ഞങ്ങളുടെ മുത്തശ്ശനെ ഷാക്കാൽ പറ്റിച്ച് ഒരു കല്ലുണ്ടുണ്ടാക്കിയ പൂവിൽ തടവിലാക്കിയിരിക്കുകയാണ്. അതെ ബാലക് മജീഷ്യൻ, ഞങ്ങളുടെ മുത്തശ്ശനെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറയൂ. ഇവർ ചെയ്തത് വലിയൊരു തെറ്റാണല്ലോ. അല്ല, ഈ ഷാക്കാൽ ആരാണ്? ബാലക് മജീഷ്യൻ, ഷാക്കാൽ കാൽ സിറ്റിയുടെ കിങ് ആണ്. ഒരു ദുഷ്ടനായ മജീഷ്യനാണ്.
മൈര, വരുൺ, നിങ്ങളുടെ മുത്തശ്ശനെ ഏതൊരു മജീഷ്യനും രക്ഷിക്കാൻ കഴിയില്ല. അപ്പൊ ഇയാളാണോ കാൽ സിറ്റിയുടെ കിങ് ഷക്കാൽ? അല്ല അല്ല ബാലക് മജിഷ്യൻ, ഇയാൾ കാൽ സിറ്റിയുടെ കിങ് അല്ല. ഇവൻ ഷക്കാലിന്റെ അസിസ്റ്റന്റ് മാത്രമാണ്. അങ്ങനെ ആവാൻ ഒരു സാധ്യതയുമില്ല. ആ മുഖത്തിന്റെ തേജസ് കാണുമ്പോ തന്നെ മനസ്സിലായി ഇവനായിരിക്കും എത്രയും പെട്ടെന്ന് കാൽ സിറ്റിയുടെ കിങ് ആവുന്നത്. സത്യമാണോ ബാലക് മജീഷ്യൻ? എന്റെ മുഖത്ത് അങ്ങനെ എഴുതിയിട്ടുണ്ടോ? പക്ഷെ ഞാൻ എങ്ങനെയാണ് ഈ കാൽ സിറ്റിയുടെ കിങ് ആയി മാറുന്നത്? അതിലൊരു സംശയവുമില്ല. നീ തീർച്ചയായിട്ടും കാൽ സിറ്റിയുടെ കിങ് ആയി മാറും.